ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 12 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹോ, ബലവാനായവനെ, ശക്തിമാനായവനെ, സർവകർമ്മണാം, സർവകർമ്മങ്ങളുടെയും, സിദ്ധയേ, സിദ്ധിക്ക് അഥവാ ഫലസിദ്ധിക്ക്, സാഖ്യേ കൃതാന്തേ, സാഖ്യ സിദ്ധാന്തത്തിൽ അഥവാ വേദാന്ത സിദ്ധാന്തത്തിൽ, പ്രോക്താനി പറഞ്ഞിരിക്കുന്ന, ഏതാനി പഞ്ചകാരണാനി ഈ 5 കാരണങ്ങളെ, മേ നിബോധ ഞാൻ നിന്നെ ബോധിപ്പിക്കാം, നിനക്ക് പറഞ്ഞു തരാം. അല്ലയോ ബലവാനായവനെ, അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. സർവകർമ്മങ്ങളുടെയും ഫലസിദ്ധിക്ക് സാഖ്യസിദ്ധാന്തത്തിൽ അഥവാ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാരണങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഹേ അർജുന, വേദാന്ത പ്രമാണമനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങളുണ്ടെന്നും അവയെ വിജയത്തിലെത്തിക്കാൻ അഥവാ ഫലസിദ്ധി ലഭിക്കുവാൻ ഈ ഘടകങ്ങൾ അഥവാ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണമെന്നും ഭഗവാൻ പറയുന്നു. വേദാന്തജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമായി സാഖ്യത്തെ ആചാര്യന്മാർ അംഗീകരിക്കുന്നു. ഭഗവത്ഗീതയിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സാഖ്യയോഗം എന്നാണ്. വേദാന്ത തത്വങ്ങളാണ് സാഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ വേദാന്തജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമാണ് സാഖ്യം. സാഖ്യത്തിൽ ഈ 5 കാരണങ്ങൾ പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ കർമ്മത്തിൻ്റെയും വിജയത്തിന് 5 കാരണങ്ങളുണ്ട്. 5 കാരണങ്ങൾ സാഖ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ് എന്ന് നീ എന്നിൽ നിന്നും കേട്ടുകൊള്ളുക. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 5 കാരണങ്ങൾ എന്നുള്ളതെല്ലാം ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.